CMRL കമ്പനി ചെലവ് കണക്കുകൾ പെരുപ്പിച്ച് കാട്ടിയെന്ന ED ഹൈക്കോടതിയിൽ എക്സാലോജിക്കിന് നൽകിയ പണത്തിന്റെ സ്രോതസ് അടക്കം വിശദമായി അന്വേഷിക്കണമെന്നും ED വ്യക്തമാക്കി. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിനെതിരെ CMRL ജീവനക്കാർ നൽകിയ ഹർജിയിൽ തിങ്കളാഴ്ച വാദം തുടരും. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, വളരെയധികം കൃത്യമായൊരു നിലപാട് തന്നെയാണ് ED ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണും? വിഷ്ണു, ED അന്വേഷണത്തിനെതിരെ CMRL ജീവനക്കാർ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചില വിശദാംശങ്ങൾ കൂടി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. CMRL കമ്പനി ചെലവ് കണക്കുകൾ പെരുപ്പിച്ച് കാട്ടി വീണ വിജയന്റെ എക്സലോജിക് സൊല്യൂഷൻസിന് നൽകിയ പണത്തിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വിശദമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണമെന്നുള്ള ഒരു നിലപാട് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ CMRL കമ്പനിക്കെതിരെ നേരത്തെ തന്നെ ചില പരാതികൾ ലഭിച്ചിരുന്നു. രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് ഈ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല. മാത്രമല്ല, ഈ CMRL ജീവനക്കാർ നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം ECIR സംബന്ധിച്ചുള്ളതാണ്. ECIR എന്ന് പറയുന്നത് ആഭ്യന്തര രേഖയാണ്. അതുകൊണ്ട് തന്നെ അത് റദ്ദാക്കാനോ അല്ലെങ്കിൽ പകർപ്പ് പരാതിക്കാർക്ക് നൽകുവാനോ സാധിക്കില്ല എന്നുള്ള കാര്യവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലവിൽ ഹൈക്കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഹർജിയിന്മേൽ EDയുടെ വാദം തുടരുകയാണ്. തിങ്കളാഴ്ചയും ഈ വാദം നടക്കും. പ്രധാനമായിട്ടും CMRL കമ്പനി ചട്ടവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ED ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ സത്യവാങ്മൂലത്തിലൂടെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദാംശങ്ങൾ CMRLന് എതിരായിട്ടുള്ള ചില കാര്യങ്ങളും ED ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ഈ ചട്ടങ്ങൾ പാലിച്ചാണ് CMRL പ്രവർത്തിച്ചിരുന്നതെന്ന വാദം ശരിയല്ലെന്നും അതോടൊപ്പം തന്നെ വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ വീണ വിജയന് നൽകിയ 1.32 കോടി രൂപ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പണം നൽകിയതായിട്ട് CMRL MDയും CFOയും വിവിധ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ സമ്മതിക്കുകയും ചെയ്തു. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിലടക്കം 1.33 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ അനിവാര്യമാണ് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഹൈക്കോടതിയിൽ ED വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീണ വിജയന് നൽകിയ പണത്തിന്റെ സ്രോതസ് അടക്കം കണ്ടെത്തണമെന്ന കാര്യം ഇന്നും ആവർത്തിച്ചത്. ഈ CMRL ജീവനക്കാർ നൽകിയ ഹർജി അപക്വമാണെന്നും അത് തള്ളണമെന്നുള്ള നിലപാടും ED ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വിശദമായിട്ട് തന്നെ ഈ വിഷയം അല്ലെങ്കിൽ ഈ ഹർജി വാദം കേൾക്കണമെന്നുള്ള ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ ഈ ഹർജിയിന്മേൽ ഒരു ഇടക്കാല ഉത്തരവ് സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചിരുന്നു. അതായത് മുൻപ് ഈ മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട് CMRL ജീവനക്കാരെ ED ചോദ്യം ചെയ്തിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം സൂക്ഷിച്ചു വെക്കണമെന്നുള്ളതാണ് ഇടക്കാല ഉത്തരവ്. എന്തായാലും ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. രേഷ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.